നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ GSLV F-16 വെഹിക്കിൾ NISR സാറ്റലൈറ്റ് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ് അത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട് 745 കിലോമീറ്റേഴ്സ് പോലാർ സൺ സിൻക്രണസ് ആർബിറ്റിലുണ്ട് സക്സസ് ആയിട്ട് കൊണ്ട് വിട്ടിട്ടുണ്ട്. ഇത് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു കാസ്റ്റ്ലി സാറ്റലൈറ്റ്, ഇതുവരെ ലോകത്തിൽ ചെയ്ത ഒരു കാസ്റ്റ്ലി സാറ്റലൈറ്റ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പേലോഡുണ്ട്. ഒന്ന് എസ് ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയും. അത് എസ് ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പേലോഡ് ചെയ്തത് നമ്മളുടെ അഹമ്മദാബാദിലുള്ള സ്പേസ് അപ്ലിക്കേഷൻ സെൻ്ററാണ്. പിന്നെ ഒരു പേലോഡുണ്ട് എൽ ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പേലോഡ്. അതും ഒരു 12 മീറ്റർ ഡയമീറ്ററിലുള്ള ഒരു ആൻറ്റന ഉണ്ട്, അൺഫർലബിൾ ആൻറ്റന എന്ന് പറയും. അത് ഇവിടെ നിന്ന് സാറ്റലൈറ്റിൽ പോയപ്പോൾ ഒരു മറ്റേ അംബ്രല്ല പോലെ അങ്ങനെ അംബ്രല്ല പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ മുകളിൽ പോയാണ് അത് ഡിപ്ലോയ് ചെയ്യുന്നത്. ഈ സാറ്റലൈറ്റ് ആദ്യമായിട്ടാണ് ഒരു എൽ ബാൻഡ് ആൻഡ് എസ് ബാൻഡ് ഡ്യൂയൽ ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉള്ള ഒരു പേലോഡുള്ള ഒരു സാറ്റലൈറ്റ് ആദ്യമായിട്ടാണ് ലോകത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സാറ്റലൈറ്റിലെ പ്രയോജനം എന്തെന്നാൽ എർത്ത് ഒബ്സർവേഷൻ, എർത്തിലുള്ള എല്ലാതെയും പഠിക്കാൻ പറ്റും. പിന്നെ എർത്തിലുള്ള ഡിസാസ്റ്റർ അങ്ങനെയുള്ള ഇതൊക്കെ എല്ലാം പഠിക്കാൻ പറ്റും. വാട്ടർ ഗ്ലേസിയേഴ്സ് എല്ലാതെയും പഠിക്കാൻ പറ്റും. ഒരു എൻറ്റയർ എർത്ത് ഒരു 12 ദിവസത്തേക്ക് ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് കവർ ചെയ്യും. അപ്പം ഈ ഡേറ്റ ഫുള്ളായിട്ട് നമ്മൾ ലോകത്തിലുള്ള എല്ലാവർക്കും பயன்படுന്ന രീതിയിലാണ് ഇടാൻ പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാറ്റലൈറ്റാണ്. അടുത്ത് നമ്മളുടെ റാക്കറ്റ് നോക്കിയാൽ റാക്കറ്റ് GSLV Mark II റാക്കറ്റ്. ഇത് 102ാമത്തെ റാക്കറ്റാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നമ്മൾ അയക്കുന്നത്. 100ാമത്തെ റാക്കറ്റ് നിങ്ങൾക്കറിയാം GSLV F-15, അത് Mark II. അത് സക്സസ് ആയിട്ട് ജനുവരി 29-ാം തീയതി നമ്മൾ അയച്ചു. ഇത് 102ാമത്തെ റാക്കറ്റ്. ഈ റാക്കറ്റുടെ പ്രത്യേകത എന്നാൽ ഇതാണ് ഏറ്റവും നമ്മൾ ചെയ്തിട്ടുള്ളതിലുള്ള കോംപ്ലക്സ് റാക്കറ്റ് എന്ന് പറയും. ഇതിൽ ഒരു 5 എർസ്റ്റോറബിൾ സ്റ്റേജ് ഉണ്ട്. ഒരു സാലിഡ് മോട്ടർ, സെൻറ്ററിലെ കോർ സാലിഡ് മോട്ടറാണ്. പിന്നെ അപ്പർ സ്റ്റേജ് നമ്മൾ ഇൻഡിജിനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ക്രയോജനിക് അപ്പർ സ്റ്റേജാണ്. ഈ അപ്പർ സ്റ്റേജാണ്, ഈ ക്രയോജനിക് സ്റ്റേജാണ് ടെക്നോളജി ഇന്ത്യക്ക് ഡിനൈ ചെയ്ത ഒരു ടെക്നോളജിയാണ്. നമ്മളൊരു 1995 ഈ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്ത് പിന്നെ 20 കൊല്ലം എടുത്തു. നമ്മളെല്ലാം പാടുപെട്ടാണ് ഈ അപ്പർ സ്റ്റേജ് ഡെവലപ്പ് ചെയ്തത്. ഇന്ന് ഈ റാക്കറ്റുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിസൈസായിട്ട് ഒരു 2 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് കൊണ്ട് ഇട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു 100% പെർഫെക്റ്റ് സക്സസ്ഫുൾ ആയിട്ടാണ് ഈ സാറ്റലൈറ്റ് കൊണ്ട് നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പം ഇത് ടോട്ടൽ ഇന്ത്യൻസ് ഒരു പ്രൗഡ് ഒരു മൂവ്മെൻ്റാണ്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും 50 കൊല്ലത്ത് മുമ്പോട്ടാണ് നമ്മൾ ആദ്യം സാറ്റലൈറ്റ് വിടുന്നത്. 50 കൊല്ലത്ത് മുമ്പോട്ട് നമ്മളുടെ ഒരു റാക്കറ്റ് ഇല്ലാതിരുന്നത്, സാറ്റലൈറ്റ് ഇല്ലാതിരുന്നത്. നമ്മൾ ഒരു ആവറേജ് ഒരു സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഒരു ലോകത്തിലെ ഒരു ഡെവലപ്പ് കൺട്രി പറയുന്ന ഒരു USക്കും നമ്മളും ചേർന്ന് ചെയ്ത ഒരു സാറ്റലൈറ്റ് നമ്മളുടെ റാക്കറ്റ് വെച്ച് കൊണ്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിട്ടിരിക്കും, 2 മാസത്തെ മുമ്പോട്ട് നമ്മുടെ ഭാരതയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി അമേരിക്കയിലുള്ളപ്പോൾ അവിടെ വെച്ച് പറഞ്ഞ ഒരു കാര്യം എന്തെന്നാൽ അമേരിക്കാവും ഇന്ത്യവും ചേർന്ന് ചെയ്ത സാറ്റലൈറ്റ് ഇന്ത്യയിൽ ഉരുവാക്കിയ റാക്കറ്റ് മൂലം നമ്മൾ കൊണ്ട് മുകളിൽ വിടും. അപ്പോൾ അങ്ങനെ പറയപ്പോൾ നമ്മൾ എല്ലാ ഇന്ത്യൻസും ഭയങ്കര ഒരു പ്രൗഡ് മൂവ്മെൻ്റാണ്. അപ്പോൾ ഇന്നലെ ഈവനിങ് 5:40 PM കാണും പെർഫെക്റ്റായിട്ട് റാക്കറ്റ് ലിഫ്റ്റ് ഓഫ് ചെയ്ത് എക്സാക്ട്ലി ഒരു 19 മിനിറ്റിൽ കൊണ്ട് കറക്റ്റ് സാറ്റലൈറ്റ് കറക്റ്റ് ഓർബിറ്റിൽ ഇൻജെക്ട് ചെയ്തു. ഇറ്റ്സ് എ വെരി വെരി പ്രൗഡ് മൂവ്മെൻറ്റ് ഫോർ ദ എൻറ്റയർ ഇന്ത്യൻസ്. പിന്നെ ഇപ്പം അമേരിക്കയുടെ കൂടെ ഉള്ള ഒരു കൊലാബറേഷൻ നോക്കിയാൽ 6 മാസത്തേലും 3 മിഷനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 25-ാം തീയതിയാണ് നമ്മളുടെ ശുക്ലാജി സുഭാഷ്ണു ശുക്ല ഇവിടെ ഇருந்து ഫാൽക്കൺ റാക്കറ്റ് മൂലം അമേരിക്കയിലിருந்து നമ്മൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അയച്ചു. അവിടെ പോയിട്ട് സേഫായിട്ട് പുള്ളി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതിലൊരു മുഖ്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ISRO എന്താണ്, ഒറിജിനലായിട്ട് ഈ ലാഞ്ച് പ്ലാൻ ചെയ്തത് ജൂൺ 11-ാം തീയതിയാണ് പ്ലാൻ ചെയ്തത്. ജൂൺ 10-ാം തീയതി രാവിലെയാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഈ റാക്കറ്റിൽ ഒരു ചെറിയ ഓക്സിജൻ ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഇവിടെ 42 കൊല്ലം ഈ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും
ഇതൊരു ഭയങ്കര പ്രോബ്ലമാണ്. ഇത് സക്സസ് ആയിട്ട് പോകില്ലെന്ന് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ISRO ടീം ഒരു 18 പേര് നമ്മൾ USA ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് അബ്ജക്റ്റ് ചെയ്തെന്നാൽ ഈ റോക്കറ്റ് ഫുള്ള് കറക്റ്റ് ചെയ്യാതെ വിടാൻ പാടില്ല, വിട്ടാൽ അത് ഫെയിലിയർ ആയി കറക്റ്റ് നമ്മൾ പോസ് ചെയ്തു. അപ്പം റോക്കറ്റ് ലോഞ്ച് ലാസ്റ്റ് മിനിറ്റിൽ 11-ാം തീയതി രാവിലെ 8:30 പ്ലാൻ ചെയ്ത റോക്കറ്റ് ലോഞ്ച് ലോകത്തിലെന്ത് 5000-ൽ മുകളിൽ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് റോക്കറ്റ് ലോഞ്ചിക്ക് വേണ്ടി. 10-ാം തീയതി ഈവനിങ് 5:15 നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തത് കൊണ്ട് റോക്കറ്റ് ലോഞ്ച് വാസ് കാൾഡ് ഔട്ട്. പിന്നെ കാൾ ഓഫ് ചെയ്ത് അവിടെ എല്ലാം ഇൻഫെക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാവർക്കും റോക്കറ്റിൽ ഒരു ക്രാക്ക് ഉണ്ട്, ഒരു 9 ഇഞ്ചിലുണ്ട്, അതിൽ ഒരു ഇഞ്ചിൽ ക്രാക്ക് ഉണ്ടെങ്കിൽ. പിന്നെ ആ ക്രാക്ക് എല്ലാം കറക്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വീക്ക് ടെസ്റ്റ് ഒക്കെ എല്ലാം ചെയ്തിട്ടാണ് വിട്ടത്. അപ്പം ഈ റോക്കറ്റ് അന്ന് അത് കറക്ഷൻ ചെയ്തില്ലെങ്കിൽ അത് ഒരു അപകടമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇരുന്നത്. അപ്പോൾ ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യൻ സയൻറ്റിസ്റ്റ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള പഠിച്ച ഇന്ത്യൻ സയൻറ്റിസ്റ്റും നമ്മളുടെ ISRO ആൾക്കാരുമാണ് ഈ റോക്കറ്റ് അന്ന് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു കാറ്റസ്ട്രോഫിക് ഫെയിലിയർ ആയിട്ട് മാറി കാണും. ഇന്ന് വി ആർ ആൾ വെരി പ്രൗഡ്, ISRO team is very proud. We could hold a leaking rocket and entire thing was corrected. We have ensured the safety of 4 astronauts including Subhashna Shukla. അങ്ങനെ ഒരു മേജർ അച്ചീവ്മെന്റ് ISRO വന്നിട്ടുണ്ട്. അത് പിന്നെ ഇന്ന് ആ പ്രോഗ്രാം സക്സസ് ആയിട്ടുണ്ട്. അടുത്ത പ്രോഗ്രാം ഇന്നലെ നടന്ന NISR ലോഞ്ചാണ്. ഒരു പ്രോഗ്രാം ഉണ്ട്. അനദർ വിത്തിൻ 3 months we are going to do ഒരു ബ്ലൂ ബാഡ് മിഷൻ എന്ന് പറയും. ബ്ലൂ ബാഡ് എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ്, ബ്ലൂ ബാഡ് 2 ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി ഉള്ള സാറ്റലൈറ്റ് ആണ്. അമേരിക്ക ചെയ്ത സാറ്റലൈറ്റ് ആണ്. അത് ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ നമ്മളുടെ Mark 3 റോക്കറ്റ് വെച്ച് ശ്രീഹരിക്കോട്ടയിലിருந்து അയക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു 6 മാസത്തിൽ 3 ഇമ്പോർട്ടൻറ്റ് കൊലാബറേറ്റീവ് പ്രോഗ്രാം വിത്ത് വൺ ഓഫ് ദ വെരി അഡ്വാൻസ് കൺട്രി USA ടുഡേ. അപ്പം ഇതിലിருந்து എല്ലാവർക്കും മനസ്സിലാക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സ്ട്രെങ്ത് ഓൺലി റെസ്പെക്ട് സ്ട്രെങ്ത്. അപ്പം ഇന്ന് ISROവും ഇന്ത്യൻ സയൻറ്റിസ്റ്റും ആ രീതിയിൽ എത്തിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകം. ഈ സാറ്റലൈറ്റ് ഇപ്പോൾ നല്ല ഹെൽത്തായിട്ട് ഉണ്ട്. അവിടെ വി ഹാവ് ഡിപ്ലോയിഡ് ദ സോലാർ പാനൽ, ഫുൾ പവർ ജനറേഷൻ ഇസ് ഹാപ്പനിങ്. ഇനി കുറച്ച് അതിൽ എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്ത് വിത്തിൻ 90 days ഇറ്റ് വിൽ ബി മെയ്ഡ് ഓപ്പറേഷണൽ.